ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്നത്തെ കഥ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് തല പുകയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെയധികം റിലാക്സ് ആയിട്ട് നല്ല ഫ്രീ ആയിട്ട് ഒരു മുത്തശ്ശി കഥ കേൾക്കുന്നത് പോലെ അങ്ങ് കേട്ടു തുടങ്ങിക്കോ. മാന്ത്രികവും മായാജാല കഥകളും അത്ഭുതങ്ങളൊക്കെ നിറഞ്ഞ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു കളർഫുൾ സ്റ്റോറി. ഇനി കഥയുടെ ഒരു ചുരുക്കരൂപം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു രാജ്യത്തെ രാജാവിനെ രാജ്ഞിയും പെട്ടെന്ന് വിഷബാധ ഏൽക്കുകയാണ്. ഇതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു മരുന്നുകൊണ്ടും കഴിയില്ല. ഈ സമയത്താണ് എപ്സൻ എന്നൊരു സാധാരണ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിലേക്ക് വരുന്നതും കുമാരിയെ സഹായിക്കുക എന്ന് പറയുന്നതും. അവൻ പറയുന്നത് ഒരു പഴയ കെട്ടുകഥയായിരുന്നു. സുറൈ മുറൈ എന്നൊരു പഴയ ദ്വീപ്. ആ ദ്വീപിലുള്ള ഒരു മാന്ത്രിക ജലം അതുണ്ടെങ്കിൽ രാജാവിനെയും രാജ്ഞിയെയും രക്ഷപ്പെടുത്താൻ കഴിയും. ഇതിനുശേഷം നമ്മുടെ കുമാരിയും അതുപോലെ തന്നെ എപ്സനും നടത്തുന്ന ഒരു സാഹസികമായിട്ടുള്ള അഡ്വഞ്ചർ യാത്രയുടെ ഒരു കഥ തന്നെയാണ് ഈ ഒരു സിനിമ. അപ്പൊ നല്ല രസത്തിൽ നല്ല ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾ ഈ ഒരു കഥ കേട്ടു തുടങ്ങിക്കോ. അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ ആഷ്ലാഡ് ദ സെർച്ച് ഓഫ് ഗോൾഡൻ കാസ്റ്റിൽ എന്ന മൂവിയുടെ കഥയാണ്. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ വളരെയധികം പുരാതനമായിട്ടുള്ള ഒരു കെട്ടുകഥ പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. അതായത് അതീവ രഹസ്യമായിട്ടുള്ള ഒരുപാട് ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മാന്ത്രികമായിട്ടുള്ള ഐലൻഡ് ഉണ്ട്, സുറൈ മുറൈ. ഈ ഒരു ദ്വീപിൽ വലിയൊരു ഐസ് കട്ടയുണ്ട് കേട്ടോ. ഈ വെയിലിന്റെ ചൂടേറ്റ് പതിയെ പതിയെ ഈ ഐസ് കട്ട ഉരുകാൻ തുടങ്ങി. ഇതിന്റെ അഗ്രഭാഗം കൂർത്തു നിന്ന് അതിലൂടെ ചെറിയ ചെറിയ വെള്ളത്തുള്ളി ഉറ്റി ചെറിയൊരു കുളം രൂപപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ എല്ലാ അസുഖങ്ങളും മാറും, ആയുസ് കൂടും എന്നെല്ലാം കേട്ട ഒരു രാജാവ് ഇതിനെക്കുറിച്ച് അറിയാനും ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് ഒബ്സസ് ആയിട്ട് ഈ രാജാവ് നേരെ ആ ഒരു മാന്ത്രിക ദ്വീപ് തേടി ആ ഒരു വെള്ളം തേടി ആ ഒരു ദ്വീപിലേക്ക് എത്തിയ അവസാനം രാജാവ് കണ്ട കാഴ്ച അതിഭീകരമായ വലുപ്പമുള്ള വലിയൊരു സ്വർണത്തിന്റെ കൊട്ടാരമായിരുന്നു. ഈ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് ആ ഒരു വെള്ളം ഉണ്ടായിരുന്നത്. അങ്ങനെ രാജാവ് അവിടെ തന്നെ നിന്നു. പിന്നീട് ആ ഒരു കൊട്ടാരം വിട്ട് പുറത്തേക്ക് വരാൻ രാജാവിന് താല്പര്യമില്ലായിരുന്നു. ആ ദ്വീപിൽ തന്നെ അങ്ങ് കൂടി രാജാവ്. കുറെ നാളുകൾക്ക് ശേഷം ഈ രാജാവ് മരണപ്പെടാനായപ്പോ രാജാവ് അവിടെ വലിയൊരു ട്രാപ്പ് ഒരുക്കി. ഇനി ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു വെള്ളം എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ എടുക്കാൻ വരുന്നവരെ കൊടുക്കാനായിട്ട് വലിയൊരു ചെകുത്താനെയും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 തലയുള്ള കണ്ണ് കാണാത്ത ഒരു ചെകുത്താനെ. എന്തുകൊണ്ട് ആ ഒരു ചെകുത്താന് കണ്ണ് കാണാൻ പറ്റാതെയായി എന്നുള്ളത് നമുക്ക് കഥയുടെ അവസാനം കേൾക്കാട്ടോ. എന്തായാലും ഇതൊരു കെട്ടുകഥയായിട്ട് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള എപ്സനെ കാണിക്കുകയാണ്. എപ്സനും അവന്റെ 3 ചേട്ടന്മാരും സാധാരണക്കാരാണ്. കാടിനരികിലെ ഒരു കുടിലാണ് ഇവരൊക്കെ താമസിക്കുന്നത്. സോ ഡെയിലി രാവിലെ തന്നെ മരം വെട്ടാനായിട്ട് ഇവർ പോകും. അങ്ങനെ തോന്നിയ പോലെ ഇവർക്ക് വെട്ടാനൊന്നും പറ്റില്ല. ആരാണോ കോൺട്രാക്ട് എടുക്കുന്നത് ആ ഒരു മുതലാളിയുടെ കീഴിൽ മരം വെട്ടാൻ പോകും. അങ്ങനെ 3 പേരും മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കഥാനായകൻ, അതായത് 3 മക്കളിൽ ഏറ്റവും ഇളവനാണ് ഈ എപ്സൻ കേട്ടോ. എപ്സൻ ഒരു കാര്യം കാണുകയാണ്. അവിടെ ജോലി ചെയ്യാൻ വന്ന ഒരു പയ്യനുണ്ടല്ലോ, ഇവന് വലിയ പരിചയമൊന്നുമില്ല ഈ മരം വെട്ടുന്ന കാര്യത്തിൽ. അതുകൊണ്ട് റോങ് ആയിട്ട് മരം വെട്ടി അവസാനം അത് അവന്റെ തലയിലേക്ക് തന്നെ വീഴും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എപ്സൻ ഓടിച്ചെന്ന് അവനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ ഈ മരം ചെന്ന് വീഴാൻ പോയത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഈ മരമൊക്കെ വെട്ടാൻ വന്ന ഓണർ ഉണ്ടല്ലോ, ഇയാളുടെ അടുത്തേക്കായിരുന്നു. ഒരു ഇച്ചിരി മാറിയിരുന്നെങ്കിൽ ഇയാളുടെ തലമണ്ട് പൊളിഞ്ഞു പോയനെ. ഇപ്പൊ ഇയാൾ ചൂടാവാണ്. ആരുടെ മരം ഈ രീതിയിൽ വെട്ടിയെന്ന് ചോദിക്കുകയാണ്. വെറുതെ ആ ഒരു പാവം പയ്യനെ പെടുത്തി കളയണ്ട, വെറുതെ അവന് പണിഷ്മെന്റും കിട്ടും, അവന്റെ ജോലിയും പോകും. അതുകൊണ്ട് തന്നെ എപ്സൻ പറയാണ്, അത് ചെയ്തത് ഞാനാണ്, വേറെ ആരുമല്ല, എന്നെ വേണമെങ്കിൽ പണിഷ് ചെയ്തു എന്ന് പറയാണ്. ഇപ്പോ ആ ഒരു മുതലാളി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണം, ആഹാ ഇത് ചെയ്തിട്ട് യാതൊരു എളുപ്പമില്ലാതെ തലയുയർത്തി പറയുന്നു, ഇന്നു മുതൽ നിനക്ക് ഇവിടെ പണിയില്ല എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഈ എപ്സന്റെ ചേട്ടന്മാര് പോൾ അതുപോലെ തന്നെ ഫെഡറിക് രണ്ടുപേരും പറയാണ്, ഇവൻ ഇവിടെ ജോലി ഇല്ലെങ്കിൽ ഞങ്ങൾക്കും വേണ്ടെന്ന് പറയണം. എന്നാ പിന്നെ 3 പേര് ഇവിടുന്ന് വാലും പൊക്കി വിട്ടോന്ന് ഈ മുതലാളി പറയുന്നുണ്ട്. എന്തായാലും 3 പേരും കൂടെ, അതായത് എപ്സനും പോളും ഫെഡറിക്കും കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവരുടെ അച്ഛൻ ചോദിക്കുകയാണ്, അല്ല ഇതെന്ത് ഇത്ര നേരത്തെ, ജോലിയെല്ലാം കഴിഞ്ഞോ? അപ്പൊ 3 പേരും പറയാണ്, ഞങ്ങളുടെ പണി പോയിന്ന്. ഇത് കേട്ടപാട് തന്നെ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഓൾറെഡി ഭയങ്കരമായിട്ടുള്ള ദരിദ്രത്തിലാണ്, മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല, ഇപ്പൊ പണി കൂടി ഇല്ലാതായ എന്ത് ചെയ്യോടാ. അച്ഛനാണെങ്കിൽ ഭയങ്കര കലിപ്പ് കേട്ടോ. ഇതേ സമയത്താണ് കൊട്ടാരത്തിൽ നിന്നും ഒരു കുതിരവണ്ടി അതിലൂടെ പോകുന്നത്. മാത്രമല്ല അതിലുണ്ടായിരുന്ന ഒരു സന്ദേശവാഹകൻ പതിയെ തല പുറത്തേക്ക് ഇട്ടിട്ട് ഇവര് നോക്കിയിട്ട് ഈ എപ്സൻ പോള് ഫെഡറിക് ഇവരെ കുറിച്ച് അറിയാൻ ചോദിക്കുകയാണ്. ഇവര് മുന്നിൽ നിൽക്കുന്ന ഈ 3 പേര് തന്നെയാണ് എപ്സനും പോളും ഫെഡറിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് ഒന്ന് വരണം, കാരണം രാജകുമാരി ക്രിസ്റ്റിൻ ഉണ്ടല്ലോ, നിങ്ങളെ അവളുടെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് ഈ എപ്സനും പോളിനും ഫെഡറിക്കിനും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. കാരണം എന്താ അറിയോ, കൊട്ടാരത്തിലാണ് വലിയ ഫംഗ്ഷൻ ആയിരിക്കും, അങ്ങോട്ടേക്ക് രാജകുമാരിയാണ് വിളിച്ചിരിക്കുന്നത്. ഈ രാജകുമാരി ചുമ്മാതൊന്നും അല്ല ഇവരെ വിളിച്ചിരിക്കുന്നത്. പണ്ടൊരിക്കല് ഈ രാജകുമാരി ഒരു രാക്ഷസൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ രാക്ഷസന്റെ കയ്യിൽ നിന്നും ഇവരാണ് നമ്മുടെ കുമാരിയെ രക്ഷപ്പെടുത്തിയത്, പ്രത്യേകിച്ചും നമ്മുടെ എപ്സന് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നല്ല കുളിച്ച് കുട്ടപ്പന്മാരായി നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് ഇവര് നേരെ കൊട്ടാരത്തിലേക്ക് പോവാണ്. കൊട്ടാരത്തിലാണെങ്കിൽ വലിയ പാർട്ടിയും സെലിബ്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ കുമാരി ക്രിസ്റ്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അവളെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്, അതായത് ബർത്ത്ഡേ വിഷ് കേട്ടോ. എന്തായാലും ആ കൂട്ടത്തിൽ നമ്മുടെ എപ്സനും പോളും ഫെഡറിക്കും വരികയാണ്. എപ്സൻ നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, അവളുടെ കൈ പിടിച്ചിട്ട് വിഷ് ചെയ്യാണ്. മാത്രമല്ല അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ നിൽക്കുമ്പോൾ, ഗിഫ്റ്റ് ഒന്നും ഇവിടെ വേണ്ട,
അത് താഴെ വെച്ചാൽ മതി എന്ന് ആരോ വിളിച്ചു പറയാണ്. എന്തൊക്കെയായാലും നമ്മുടെ എപ്സൺ ഇതുപോലെ ഈ ഒരു പരിപാടിക്ക് വന്നത് ക്രിസ്റ്റിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ, ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. അതുപോലെ തന്നെ എപ്സൺ ഇപ്പൊ അവൻ കൊണ്ടുവന്ന ആ ഒരു ഗിഫ്റ്റ് താഴെ വെക്കണമല്ലോ, ബാക്കിയുള്ള ഗിഫ്റ്റിന്റെ ഇടയിലേക്ക് അവൻ കൊണ്ടുവന്ന ആ ഒരു ഗിഫ്റ്റ് വെക്കാൻ പോയപ്പോൾ അതൊരു ചെറിയ വെട്ടിയായിരുന്നു. അപ്പൊ അവൻ എന്തോ ഒരു മടി പോലെ, അതുകൊണ്ട് അവൻ അവിടെ വെച്ചില്ല, പകരം പിന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ അത് കീശയിൽ തന്നെ വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ എപ്സന്റെ ഒരു ചേട്ടനുണ്ട്, കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ. അപ്പോൾ പോളാണെങ്കിൽ ഈ ഭക്ഷണത്തിനോടൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. അവൻ അവിടെ നിന്ന് ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സെർവന്റ് ആയിട്ടുള്ള ലേഡി വന്നിട്ട് പറയാണ്, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമായി, നിങ്ങൾ എന്റെ കൂടെ ഡാൻസ് കളിക്കുന്നു. ഇപ്പോ ഈ പോള് പറയാണ്, എനിക്കിപ്പോ സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ മാറുകയാണ് കേട്ടോ, ഒഴിഞ്ഞു മാറുകയാണ്. സ്ത്രീകളോടൊന്നും വലിയ താല്പര്യമില്ലാതെ തോന്നുന്നു. എന്തായാലും ആ ഒരു സ്ത്രീ വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, വീണ്ടും ഒഴിവാക്കാണ്. അവൻ ഫുഡ് കഴിക്കുന്നതിലേക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ തന്നെ എപ്സന്റെ മറ്റൊരു ചേട്ടനുണ്ടല്ലോ, ഫെഡ്രിക്കിന്റെ ആ ഒരു ഡ്രസ്സൊന്നും അത്ര നല്ലതായിരുന്നില്ല, ഒരു മുഷിഞ്ഞ ഡ്രസ്സായിരുന്നു. അപ്പോ രാജകീയമായ ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്നവർ പറയണം, ഏതാണ് ഈ ചങ്ങായി മുഷിഞ്ഞ ഡ്രസ്സെല്ലാം ഇട്ട്, ആരാണ് ഇവരൊക്കെ ഈ കൊട്ടാരത്തിലേക്ക് കടത്തിവിട്ടത്, വടമാരെ പറഞ്ഞാൽ മതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വൈനും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു പയ്യൻ വന്നിട്ട് ഒരു പാത്രത്തിൽ 3 ഗ്ലാസ് വൈനും വെച്ചിട്ട് അതിപ്പോ നമ്മുടെ ഈ ഫെഡ്രിക്കിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇത് അവിടെ നിന്ന് കൊണ്ടുവച്ചേക്കുന്നത്. അതായത് ഇവരും ഇവിടുത്തെ ജോലിക്കാരനാണെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ ഫെഡ്രിക്കിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നാലും പറഞ്ഞ പണി അതുപോലെ തന്നെ ചെയ്യാണ്. അതായത് രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുവെക്കാനാ പറഞ്ഞത്. അവൻ കുറച്ച് ദേഷ്യത്തിൽ ഈ സാധനം അവിടെ കൊണ്ടുവച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ട്. എന്തായാലും രാജാവും രാജ്ഞിയും അതുപോലെ തന്നെ ക്രിസ്റ്റീനും ആ ഒരു വൈന് 3 പേരും എടുക്കുകയാണ്. എന്നാൽ നമ്മുടെ കുമാരി ക്രിസ്റ്റീൻ അത് പെട്ടെന്ന് കുടിക്കുന്നില്ല. എന്നാൽ കിങ് എറിക്കും അതുപോലെ തന്നെ ക്യൂൻ വിക്ടോറിയും രണ്ടുപേരും കുറച്ച് വേഗത്തിൽ അത് കുടിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കിങ് എറിക്ക് തല കറങ്ങി നിലത്ത് വീഴുന്നുണ്ട്. ഇത് കണ്ട് ആകെ പരിഭ്രാന്തിയായി നിൽക്കുന്ന ക്യൂൻ വിക്ടോറിയും തല കറങ്ങി താഴെ വീഴാണ്. നോക്കുമ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ തന്നെ പോയിസൺ ആയിട്ടുണ്ട്. മന്ത്രിയാണ് ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് പറയുന്നത്. കുമാരിയും ആകെ ടെൻഷനിലായിട്ട് എന്താ പറ്റിയെന്നൊന്നും അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, രാജാവിനും രാജ്ഞിക്കും വിഷം കൊടുത്തത് ദാ ഇവനാണെന്ന് പറഞ്ഞിട്ട് ഫെഡ്രിക്കിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം ഫെഡ്രിക് ആണല്ലോ അവസാനം ആ ഒരു വൈൻ അവിടെ കൊണ്ടുപോയി വെച്ചത്. ഇത് കേട്ട സമയത്ത് ഫെഡ്രിക് ആകെ ഞെട്ടിപ്പോണ്. ഞാനോ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്റെ കയ്യിൽ ഒരാൾ ഇത് തന്നു, ഞാൻ അവിടെ കൊണ്ടുവച്ചു, വേറൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, നമ്മുടെ പോളിന്റെ കീശയിൽ നിന്നും എന്തോ ഒന്ന് എടുത്തിട്ട് പറയണത്, ദാ വിഷത്തിന്റെ കുപ്പി, ഇവര് തന്നെയാണ്, ഈ 2 സഹോദരന്മാര് തന്നെയാണ് രാജാവിനെയും രാജ്ഞിയും കൊല്ലാനായിട്ട് ഇതുപോലെ വൈനിൽ വിഷം കലക്കിയത്, ഇവർ അറസ്റ്റ് ചെയ്യുന്നു പറയണം. ഇപ്പൊ അവിടെ വെച്ചിട്ട് നമ്മുടെ കുമാരി ക്രിസ്റ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവൾക്ക് നന്നായിട്ട് അറിയാം ഇവർ രണ്ടുപേരും അല്ല ചെയ്തേന്ന്. എന്നാൽ എല്ലാവരും ഇവരെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രി വന്ന് പറയാണ്, കുമാരി ഇവിടെ വെച്ച് ദയ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളൊക്കെ ഭയങ്കര രോക്ഷാകുലരാവും, ഇത്തവണ അവരോട് കരുണ കാണിക്കരുത്, തീർച്ചയായിട്ടും അവരെ പണിഷ് ചെയ്യണമെന്ന് പറയണം. അങ്ങനെ കുമാരി 2 പേരെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ പോളിനെയും ഫെഡറിക്കിനെയും പട്ടാളക്കാർ വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ അവർ നിലവിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല, ആരോ ചതിച്ചതാണെന്ന്. എന്തായാലും കുമാരിയുടെ അടുത്തേക്ക് വന്നിട്ട് എപ്സനും പറയുന്നുണ്ട്, കുമാരി എന്താണ് ഇതൊക്കെ, എന്റെ ചേട്ടന്മാർ അങ്ങനെ ചെയ്യോ, നിനക്ക് അവരെ അറിയുന്നതല്ലേ, അവരൊരിക്കലും നിന്റെ അച്ഛനും അമ്മയും കൊല്ലാൻ നോക്കില്ല. സത്യം പറയുകയാണെങ്കിൽ കുമാരി ക്രിസ്റ്റിനും ഇവിടെ വളരെയധികം നിസ്സഹായായിരുന്നു. അടുത്ത സീനിൽ കൊട്ടാരത്തിലെ രാജാവിന്റെ രാജ്ഞിയുടെയും മുറിയിൽ കാണിക്കുകയാണ്. 2 പേരും ഒരു ബോധമില്ലാതെ അങ്ങനെ കോമാവസ്ഥയിലേക്ക് എടുക്കുമ്പോൾ കൊട്ടാരം വൈദ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പരിശോധിക്കുകയാണ്. കൊടൂരമായിട്ടുള്ള വിഷമാണ് അവരുടെ ഉള്ളിലേക്ക് ചെന്നിരിക്കുന്നത്. എന്നാൽ അതിന്റെ അളവ് ഒരിച്ചിരി കുറവായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ രാജാവും രാജ്ഞിയും ഇപ്പോഴും ജീവനോടെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇതിനെതിരെയായിട്ട് ചികിത്സിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നല്ലൊരു മരുന്നൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ എവിടെ പോയിട്ട് നമ്മൾ ആ ഒരു മരുന്ന് കണ്ടുപിടിക്കും? ഒരു വൈദ്യന്റെ കയ്യിലും ഇതിനുള്ള മരുന്നില്ല എന്ന് പറയാണ്. അതായത് അധികം വൈകാതെ പയ്യെ രാജാവും രാജ്ഞിയും മരണപ്പെട്ടു പോകും എന്ന് തന്നെ കൊട്ടാരം വൈദ്യര് പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് കുമാരി ക്രിസ്ത്യൻ ഒരുപാട് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ എപ്സൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, കാരണം ചേട്ടന്മാരെ വെറുതെ വിടണം എന്ന് പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ വൈദ്യര് പറഞ്ഞ ആ ഒരു കാര്യം ഇപ്പൊ എപ്സൻ കേൾക്കുകയാണ്. അതായത് രാജാവ് രാജ്ഞി കൊടൂരമായ വിഷമേറ്റ് ബാധിച്ചിരിക്കുകയാണ്. ഇനി ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു മരുന്നുമില്ല. അപ്പോൾ ഈ എപ്സൻ ഇതെല്ലാം കേട്ട സമയത്ത് എപ്സൻ ഒരു ഐഡിയ പറയാണ്, ഇനി രാജാവിനെ രാജ്ഞിയെ രക്ഷപ്പെടുത്താനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, സുറൈമുറൈ ആ ഒരു ദ്വീപിലേക്ക് ചെന്ന് അവിടുത്തെ ആ ഒരു മാന്ത്രിക ജലം കൊണ്ടുവന്നിട്ട് രാജാവിനും രാജ്ഞിക്കും കൊടുക്കുക. ഇത് കേട്ട സമയത്ത് മന്ത്രി അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറയാണ്, അതൊക്കെ ഒരു കെട്ടുകഥയല്ലേ, അതെല്ലാം വിശ്വസിച്ചിരിക്കുകയാണോ? അവിടെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ തേടി പോകുന്നത് തന്നെ മഹാ അബദ്ധാണ്, മണ്ടത്തരാണെന്ന് ഇപ്പൊ ഈ മന്ത്രി പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എപ്സൻ പറയാണ്, വൈദ്യര് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടതല്ലേ, ഒരു മരുന്ന് കൊണ്ട് രാജാവിനെ രാജ്ഞിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷ നോക്കിക്കൂടെ? ഇപ്പൊ കുമാരിയും അതിന് ഓക്കെ എന്ന് പറയാണ്. എപ്സന്റെ കൂടെ അവളും പോകാന്ന് പറയണം. ഇപ്പൊ മന്ത്രി പറയാണ്, കുമാരി നിങ്ങൾ എന്തേ പറയുന്നത്? ഏതാണെന്ന് പോലും അറിയാത്തൊരു സ്ഥലത്തേക്കാണ് കുമാരി ഇവന്റെ കൂടെ പോകുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തിന് ആരാണ് കുമാരി ഉണ്ടാവുക? നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞാൽ ഈ രാജ്യം അനാഥമാകില്ല. ഇതൊക്കെ കേട്ടപ്പോ കുമാരി പറയണം, മന്ത്രി നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ, ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, എപ്സന്റെ കൂടെ ഞാൻ പോകുകയും ചെയ്യും, ഉറപ്പായിട്ടും എന്റെ അച്ഛനും അമ്മയെ രക്ഷപ്പെടുത്താനുള്ള ആ ഒരു മാന്ത്രിക ജലവുമായിട്ട് ഞാൻ തിരിച്ചു വരികയും ചെയ്യും. കുമാരിയുടെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. മാത്രമല്ല പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് കുമാരിയും അതുപോലെ തന്നെ നമ്മുടെ എപ്സനും കുറച്ച് ഭടന്മാരൊക്കെ ആയിട്ട് നേരെ ആ ഒരു മാന്ത്രിക ദ്വീപ് തേടി യാത്ര തുടരുകയാണ്. ആ പോകുന്ന വഴിയിൽ കുമാരി ചോദിക്കുന്നുണ്ട്, അല്ല എപ്സ അങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു വഴി നിനക്കറിയോ? ഇല്ല കുമാരി എനിക്കറിയില്ല, പിന്നെ എങ്ങോട്ടാണോ നമ്മൾ ഈ പോകുന്നത്? ഇപ്പൊ എപ്സം പറയാണ്, എനിക്കറിയില്ലെങ്കിലും അങ്ങോട്ടേക്ക് പോകുന്ന വഴി അറിയുന്ന ഒരാളെ എനിക്കറിയാം, നമുക്ക് അയാളെടുത്ത് ചെന്നിട്ട് വഴി ചോദിക്കാന്ന് പറഞ്ഞിട്ട്
ഇവർ കാടിന്റെ ഒരു ഭാഗത്ത് എത്തിയിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ നാട്ടിലെ തന്നെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലത്ത് ഈ റൗഡികളെ പോലെയുള്ളവര് വെള്ളമടിക്കാൻ വരുന്ന ഒരു ബാർ ഉണ്ടാവുമല്ലോ. സോ അങ്ങനെയുള്ള ഒരു ബാറിലേക്ക് നേരത്തെ കൊട്ടാരത്തിൽ കണ്ട ആ ഒരു സെർവന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഫെഡറിക്കിന്റെ കയ്യിലേക്ക് ആ ഒരു വൈന് കൊടുത്ത ആള്, ഇവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യെ നോക്കി പാത്തും പതിയെ നേരെ ബാറിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അവിടെയുള്ള ഒരു സ്ത്രീയെ കാണാനായിട്ട്. തൽക്കാലം നമുക്ക് അവരെ ഒരു ജിപ്സി ലേഡി എന്ന് പറയാം. ഇപ്പൊ അവരോട് ഈ ഒരു സെർവന്റ് കാര്യങ്ങൾ പറയാണ്. അതായത് ഈ സെർവന്റ് ആണ് അതിൽ വിഷം ചേർത്തത്, അതും ഈ ഒരു ജിപ്സി ലേഡി പറഞ്ഞിട്ട്. പക്ഷേ ഈ സെർവന്റ് ഇപ്പൊ പറയുന്നത്, നിങ്ങൾ പറഞ്ഞതുപോലെ വിഷക്ക് ഞാൻ ചേർത്തു, പക്ഷെ അതിന്റെ അളവ് ഒരു ഇച്ചിരി കുറഞ്ഞു പോയി, അതുകൊണ്ട് തന്നെ രാജാവ് രാജ്ഞിയും പൂർണ്ണമായിട്ടും മരണപ്പെട്ടിട്ടില്ല. എന്നാൽ അവരിപ്പോ മരണക്കിടക്കയിലാണ്, അധികം വൈകാതെ മരണപ്പെട്ടു പോവുകയും ചെയ്യും. പക്ഷെ വിഷയം അതൊന്നുമല്ല, കുമാരി ആണെങ്കിൽ ഒരു തുള്ളി പോലും കുടിച്ചില്ല, അവൾക്കാണെങ്കിൽ ഒരു തളർച്ചയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളും മറ്റൊരു പയ്യനും കൂടെ രാജാവിനെയും രാജ്ഞിയെ രക്ഷിക്കാനായിട്ട് ഒരു മാന്ത്രിക ദ്വീപിലേക്ക് മാന്ത്രിക ജലം എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ ഒരു കെട്ടുകഥയാണ്, ആ ഒരു വെള്ളമൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും രാജാവും രാജ്ഞിയും മരണപ്പെട്ടു പോകുന്നു പറയാണ്. പിന്നെ നിങ്ങൾ എനിക്ക് പറഞ്ഞ ആ ഒരു കാശ് തന്നായിരുന്നെങ്കിൽ എനിക്ക് പോരുതെന്ന് പറയാണ്. ഇപ്പൊ ഈ ഒരു ജിപ്സി ലേഡി പറയണം, ആയിക്കോട്ടെ ദാ നിന്റെ കാശ് എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് സ്വർണ്ണ നാണയം കൊടുക്കാണ്. എന്തായാലും നീ എനിക്ക് വേണ്ടി ഇതുപോലെ നല്ലൊരു ജോലി ചെയ്തല്ലേ, ദാ എന്റെ കൂടെ ഇരുന്ന് ഒരു ഡ്രിങ്ക്സ് കഴിക്കുന്ന പറയും. അങ്ങനെ ആ ഒരു ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ജിപ്സി ലേഡി അതിലെന്തോ ഒന്ന് കലർത്തുന്നുണ്ട് കേട്ടോ. അധികം കാണുന്നില്ല, അവനിതൊന്നും അറിയാതെ ആ ഒരു സാധനം മോന്തി വലിച്ചു കയറ്റാണ്. അധികം വൈകിയില്ല, ചോര തുപ്പിക്കൊണ്ട് ഈ ഒരു സെർവന്റ് അവിടെ ചത്തു വീഴാണ്. അവസാനം ഈ ജിപ്സി ലേഡി ഇവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എടാ പന്നി, ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മര്യാദക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ, ഇനിയിപ്പോ രാജകുമാരി ഞാൻ സെപ്പറേറ്റ് പോയിട്ട് കൊല്ലണം, എന്റെ പണി നീ ഇരട്ടിയാക്കിയല്ലോടാ. ഇവിടെ സീൻകട്ടായി വീണ്ടും ഫോറസ്റ്റിൽ കാണിക്കുകയാണ്. അതായത് എപ്സനും കുമാരിയും കൂടെ വഴി അറിയുന്ന ഒരാളെ തേടി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, എന്നാൽ അയാളെ ഈ ചുറ്റുഭാഗത്തൊന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പൊ എപ്സൻ പറയാണ്, ഇവിടെയാണ് അയാൾ ഉണ്ടാവാറ്, പക്ഷെ എവിടെ പോയി. ആ സമയത്ത് തന്നെ അവിടെ ഒരു അണ്ണാൻ കുഞ്ഞുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഇവരെ നോക്കിയിട്ട് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇത് നമ്മളെ വഴി കാണിക്കാനായിട്ട് ചിലപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതാണെങ്കിലോ എന്ന് കരുതിയിട്ട് ഈ അണ്ണാൻ കുഞ്ഞിന്റെ പിറകാലെ ചെല്ലുമ്പോൾ ഒരു വലിയ മരത്തിന്റെ വീട് ഇവർ കാണുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഇത് അവന്റെ വീട് തന്നെയായിരിക്കും, നമുക്കൊന്നുള്ളിലേക്ക് പോയില്ലെന്ന് പറഞ്ഞിട്ട് എപ്സനും കുമാരിയും കൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ആരോ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നത് ഇവർ കേൾക്കുകയാണ്. വേഗം തന്നെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ ഒരു വിചിത്രമായിട്ടുള്ള മനുഷ്യൻ കേട്ടോ. ഈ ജീവികളുടെ കൂടെ ജീവിച്ച് ജീവികളെ പോലെ തന്നെ തോന്നുന്ന ഒരു വിചിത്രമായ മനുഷ്യൻ. ഈ മനുഷ്യന്റെ മൂക്ക് അവിടെ ഉണ്ടായിരുന്ന ടേബിളിന്റെ ഉള്ളിലോ എന്തോ ഒരു പലകയുടെ ഉള്ളിൽ കുടിയും കിടക്കാണ്. എപ്സൻ എങ്ങനെയൊക്കെയോ അതിൽ നിന്നും ഇയാളെ രക്ഷപ്പെടുകയാണ് കേട്ടോ. ഇയാളുടെ മൂക്ക് നോക്കുകയാണെങ്കിൽ നീണ്ട് വിചിത്രമായിട്ടുള്ള ഒരു കോലം തന്നെ കേട്ടോ. എന്തായാലും രക്ഷപ്പെടുത്തിയോണ്ട് ഈ ഒരു മനുഷ്യൻ നന്ദി പറയാണ് നമ്മുടെ എപ്സനോട്. അല്ല നീ എന്തിനിപ്പോ ഇങ്ങനെ ഈ സമയത്ത് ഈ കാട്ടിലേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ എപ്സൻ പറയാണ്, ഞാൻ ഈ കുമാരിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചെറിയൊരു കാര്യം ഉണ്ടായി, അതായത് രാജാവിനെയും രാജ്ഞിയും ആരോ വിഷം കൊടുത്തു, അവരിപ്പോ തളർന്നു കിടക്കുകയാണ്. അതിന്റെ പേരിൽ എന്റെ ചേട്ടന്മാരെയാണ് ജയിലിലിട്ടിരിക്കുന്നത്. എനിക്ക് എന്തായാലും എന്റെ ചേട്ടന്മാരെയും രക്ഷപ്പെടുത്തണം, അതുപോലെ തന്നെ രാജാവിനെയും രാജ്ഞിയും രക്ഷപ്പെടുത്തണം. അല്ല മോനെ, അതിനുവേണ്ടി ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മുടെ എപ്സൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു മാന്ത്രിക ദ്വീപ് ഉണ്ടല്ലോ സുരൈ മുറൈ, അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി അറിയോ? അങ്ങോട്ടേക്ക് എങ്ങനെയാ പോവാ? നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ലേ? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ പറയണ, ഏയ് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല മോനെ, പക്ഷെ നീ വിഷമിക്കണ്ട, അങ്ങോട്ടേക്ക് പോയ ഒരാളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ പറയുന്ന ദ്വീപ് അതൊരു കെട്ടുകഥയാണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. എന്നാൽ അത് സത്യമാണോ ഇല്ലയോ എന്ന് അയാളെ തേടി അയാളുടെ വീട്ടിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അങ്ങോട്ടേക്കുള്ള ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ ഒരു മാപ്പിലൂടെ ഈ ഒരു മന്ത്രവാദി, അതായത് കാട്ടിൽ ജീവിക്കുന്ന ഇയാൾ നമ്മുടെ എപ്സന് പറഞ്ഞു കൊടുക്കണം. പോവാൻ നേരത്ത് എപ്സനോട് ഇയാളൊന്നും നിൽക്കാൻ പറയുന്നുണ്ട്. നീ എന്തായാലും ഇവിടെ വരെ വന്നതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ലോ, അതിനുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് നീ ഈ ഷൂ വെച്ചോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എപ്സന് ആ ഒരു ഷൂ കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ഷൂ മേടിച്ച് എപ്സനും അതുപോലെ തന്നെ കുമാരി ക്രിസ്റ്റിനും കൂടെ നേരെ ഭടന്മാരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇവരുടെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പൊ എപ്സൻ വിചാരിക്കാണ് ഇതെന്ത് ഷൂവാ, ഒന്ന് ഇട്ട് നോക്കിയാലെന്ന് കരുതിയിട്ട് അവൻ ആ ഒരു ഷൂ ഇട്ട് നോക്കുകയാണ്. എന്നിട്ടൊന്ന് ചുമ്മാ നടന്നേ ഉള്ളൂ, മറ്റേ സ്പ്രിങ് അടിക്കുന്ന പോലെ ഒരേറ്റ പൊന്തലാണ് കേട്ടോ. അങ്ങ് ആകാശം വരെ അവൻ എങ്ങനെയൊക്കെയോ താഴേക്ക് വന്നു. ഓഹോ ഇതൊന്നും ശരിയാവില്ല, ഇതിപ്പോ തന്നെ ഒന്നും ഉപയോഗിക്കേണ്ട, ഇത് ബേഗിലിടാം, പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് ഭദ്രമായിട്ട് തന്നെ അത് അവൻ ബേഗിൽ വെക്കുന്നുണ്ട്. ഇതിനുശേഷം ഇവരുടെ യാത്ര തുടരുകയാണ്. പയ്യെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഇവരിപ്പോ വലിയൊരു ഗുഹയുടെ മുന്നിലാണ്. ഇനി ഈ ഗുഹയുടെ ഉള്ളിലൂടെ അങ്ങനെ പോകണം. മാത്രമല്ല ഇവിടെ ഒരു കുളം ഉണ്ട്, ആ ഒരു കുളം താണ്ടി വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. എന്നാൽ ഭടന്മാർക്കൊക്കെ ഇത് കാണുമ്പോൾ പേടിയാവുക. ഇവന്മാര് ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നില്ല. മാത്രമല്ല വിചിത്രമായിട്ടുള്ള ഒരു ശബ്ദവും ഇതിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കുമാരി അവരോട് വരാൻ പറയുന്നുണ്ട്, എന്നാൽ ഒരു ഭടനും അങ്ങോട്ടേക്ക് വരുന്നില്ല. ഇവര് പേടിച്ച് പിന്മാറുകയാണ്. എന്നാൽ ധൈര്യമായിട്ട് തന്നെ എപ്സന് കുമാരിയുടെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ കുമാരി എപ്സനും കൂടെ ആ ഒരു ഗുഹയുടെ ഉള്ളിലൂടെ അങ്ങനെ പോവാണ് കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ഇരുട്ടാണ്. ചെറിയൊരു തീപ്പന്തെല്ലാം കത്തിച്ചുകൊണ്ട് ഇവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇവർ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കുളം കാണാൻ കഴിയുന്നില്ല. കുറെ ദൂരം നടന്നു, ഭടന്മാരും ഇപ്പൊ കൂടെയില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ എപ്സൻ നമ്മുടെ കുമാരിയോട് പറയാണ്, ഈ ഇരുട്ടത്ത് നമ്മളിങ്ങനെ പോയിട്ട് കാര്യമില്ല, നമുക്ക് നാളെ രാവിലെ ആ ഒരു കുളം തേടി പിടിക്കാന്ന് പറയണം. രണ്ടുപേരും ഇവിടെ തന്നെ വിശ്രമിക്കാനായിട്ട് തീരുമാനിച്ചു. എപ്സനും കുമാരിയും അവിടെ തന്നെ കിടക്കാണ്. ചെറിയ രീതിയിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. കുമാരി നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. എന്നാൽ നമ്മുടെ എപ്സന് ഉറക്കം വരുന്നില്ല, കാരണം കുമാരി നന്നായിട്ടിട്ട് കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുമാരിയുടെ ആ ഒരു കൂർക്കം വലി കേട്ട് എപ്സന് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല. അവസാനം എപ്സൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പൂവുണ്ടല്ലോ, ഇതെടുത്ത് ചെവിയുടെ ഉള്ളിലേക്ക് തിരികെ അങ്ങ് നോക്കുകയാണ്. ഇതിനുശേഷം സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞു എന്തോ ഒരു ശബ്ദം കേട്ട് എപ്സൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കുമാരിയെ എന്തോ ഒന്ന് വലിക്കുകയല്ല, ഒരു പ്രത്യേക ശക്തി അവളെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോവാണ് കേട്ടോ. അതായത് ഉറക്കത്തിൽ നടക്കുന്നത് പോലെ തന്നെ അവൾ കണ്ണു തുറന്നിട്ടൊന്നുമില്ല, ഒരു
ഒരു ബോധവുമില്ല. ആ ഉറക്കത്തിൽ കണ്ണടച്ചുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എപ്സനും കുമാരിയുടെ പിന്നാലെ ചെല്ലുകയാണ്. അങ്ങനെ അവസാനം ഇവർ ആ ഒരു കുളത്തിന്റെ അടുത്തേക്ക്, അതായത് ആ ഒരു നീർക്കെട്ടിന്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ ഒലിക്കുന്ന ചെറിയൊരു സ്ഥലം. അവിടെ തന്നെ ആ ഒരു വെള്ളത്തിന്റെ കരയിലായിട്ട് ഒരു വിചിത്രമായിട്ടുള്ള ജന്തു, ഒരു പ്രത്യേകതരം വയലിൻ, അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വയലിന്റെ ശബ്ദം കേട്ട് അതിനോട് അഡിക്റ്റ് ആയിട്ട് വശ്യപ്പെട്ടുകൊണ്ടാണ് കുമാരി നേരെ ഇങ്ങോട്ടേക്ക് ബോധമില്ലാതെ നടന്നു വന്നത്. ഇപ്പൊ ആ ഒരു രൂപത്തിന് നോക്കി എപ്സൻ ആ വയലിൻ വായിക്കുന്നത് ഒന്ന് നിർത്താൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവൻ ആ ഒരു വായിക്കുന്നത് നിർത്താണ്. ഈ സമയത്താണ് കുമാരിയുടെ ആ ഒരു ബോധം തിരിച്ചു കിട്ടുന്നത്. വാ കുമാരി നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് എപ്സൻ കുമാരിയും കൊണ്ട് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ ഈ വിചിത്ര രൂപം ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വരികയാണ്. ആരാ, എങ്ങോട്ടാ? ഇവിടുന്ന് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാരെ അത്ര പെട്ടെന്നൊന്നും ഞാൻ പുറത്തേക്ക് വിടാറില്ല. ഇപ്പൊ എപ്സൻ പറയാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം ഒരു ജോലി ചെയ്ത് തീർക്കാണ്ട്. ഇപ്പോ ഈ ഒരു വിചിത്ര രൂപം പറയണ നിങ്ങൾ പോയിക്കോ എന്ന് ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ഒരു മത്സരം നടത്തിയാലോ? എപ്സൻ ആയിക്കോട്ടെ എന്ന് പറയണ. നമുക്ക് രണ്ടുപേർക്കും വയലിൻ വായിക്കാം. അതിൽ ആരാണോ വിജയിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരീക്ഷ നോക്കാം. നീ വിജയിക്കുകയാണെങ്കിൽ നീ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറയണ. ആയിക്കോട്ടെ എന്ന് എപ്സനും പറഞ്ഞു. അങ്ങനെ ഈ ഒരു വിചിത്ര ജീവി ഉണ്ടല്ലോ ആ ഒരു വയലിൻ വായിക്കാൻ തുടങ്ങുകയാണ്. ഈ വയലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വായിക്കുന്ന ആളുടെ മനസ്സിൽ എന്താണോ അതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സംഭവിക്കും. എന്തായാലും അവര് മയങ്ങി വീഴണം എന്നുള്ള രീതിയിലാണ് ഈ ജീവി ഇത് വായിക്കുന്നത്. കുമാരി ആ ഒരു ശബ്ദം കേൾക്കുന്നതിനനുസരിച്ച് മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ എപ്സനും ഒന്നും സംഭവിക്കുന്നില്ല. ഇവനെന്താ ഇതിങ്ങനെ? എന്തായാലും ഇതിനുശേഷം ആ ഒരു ജീവിയുടെ കയ്യിൽ നിന്നും ഈ ഒരു വയലിൻ നമ്മുടെ എപ്സൻ മേടിക്കുകയാണ്. എന്നിട്ട് അത് വായിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ തന്നെ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഈ ഒരു ജീവിക്ക് ഇറിറ്റേഷൻ ആവുകയാണ്. അതായത് ഈ ഒരു വയലിൻ ആരുടെ കയ്യിലാണോ വെക്കുന്നത് അവര് വായിക്കുന്നത് എങ്ങനെയാണോ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സംഭവിക്കുക. അപ്പൊ ആ ഒരു ശബ്ദം കേട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ഈ ഒരു ജീവി നിൽക്കുമ്പോൾ അത് വെച്ച് തന്നെ ഇതിനിട്ട് ഒരൊറ്റ അടിയും കൊടുത്തിട്ട് നമ്മുടെ എപ്സൻ ആ ഒരു വയലിനും അതുപോലെ തന്നെ കുമാരിയുമായിട്ട് ഈ ഒരു ഗുഹ വിട്ട് പുറത്തേക്ക് കടക്കുകയാണ്. കാരണം ഇതിലൂടെയാണ്, അതായത് ഈ നീർക്കെട്ടിന്റെ സൈഡിലൂടെയാണ് പുറത്തേക്കുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത്. അല്ല നമ്മുടെ എപ്സൻ എങ്ങനെയാണ് ആ ഒരു ശബ്ദത്തിന് വശ്യപ്പെടാതിരുന്നത്? അത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ കുമാരിയുടെ ആ ഒരു കൂർക്കമ്പലി കാരണം ചെവിയിലേക്ക് ഒരു പൂ തിരികെ വെച്ചിരുന്നല്ലോ. അതുകൊണ്ട് ആ ഒരു ജീവി വായിക്കുന്ന ആ ഒരു ശബ്ദം നമ്മുടെ എപ്സൻ കേട്ടിട്ടില്ലായിരുന്നു. എന്തായാലും പിന്നീട് നമ്മുടെ കുമാരിയും കൂട്ടി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അത്യാവശ്യം നേരൊക്കെ വെളുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മലയുടെ സൈഡിലായിട്ട് ഒരു ചെറിയ വീട് കാണാണ്. ഇത് തന്നെ ആ ഒരു കാട്ടിലെ മനുഷ്യൻ പറഞ്ഞ ആ ഒരു ദ്വീപിലേക്ക്, അതായത് സുറൈമുറൈ എന്ന ആ ഒരു ദ്വീപിലേക്ക് പോയി വന്ന ആളുടെ ആ ഒരു വീട്. ഇവർ പയ്യെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്. നോക്കുമ്പോൾ വീടിന്റെ പുറത്തായിട്ട് തന്നെ നല്ല പ്രായമുള്ള ഒരു അപ്പാപ്പൻ വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാളെ കണ്ടപ്പോ തന്നെ എപ്സന് സമാധാനമാവുന്നുണ്ട്. കാരണം അങ്ങോട്ടേക്ക് പോയി വന്നതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇയാളിങ്ങനെ ജീവനോട് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ദ്വീപുണ്ട്, ആ ഒരു വെള്ളമുണ്ട്, ഇത് സത്യം തന്നെയാണ്. അപ്പോ ഈ ദ്വീപിനെ കുറിച്ചും വെള്ളത്തിനെ കുറിച്ചും ഇതിങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഒരു അപ്പാപ്പൻ പറയണേ, അത് ഞാനല്ല അങ്ങോട്ടേക്ക് പോയത്, അത് എന്റെ അപ്പൂപ്പനാന്ന് പറയണേ. ഇയാൾക്കും അപ്പൂപ്പനോ? അപ്പൂപ്പൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ വീട്ടിന്റെ ഉള്ളിലുണ്ടെന്ന് പറയണേ. അങ്ങനെ വീടിന്റെ ഉള്ളിലേക്ക് ഇവര് നേരെ കയറി ചെന്ന് നോക്കുകയാണ്. അവിടെയും ഇതുപോലെ നല്ല പ്രായമുള്ള ഒരു അപ്പാപ്പൻ ഉണ്ടായിരുന്നു. അപ്പാപ്പ അത് നിങ്ങളാണെന്ന് ചോദിക്കുമ്പോൾ ഈ അപ്പാപ്പൻ പറയണേ, അത് ഞാനല്ല, അത് എന്റെ അപ്പൂപ്പനാന്ന് പറയണേ. ഇയാൾക്കും അപ്പൂപ്പനോ? എന്തായാലും അടുത്ത ആളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ അപ്പൂപ്പനും പറയുന്നത് അത് എന്റെ അപ്പൂപ്പനല്ല, എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനാന്ന് പറയണം. ഇതിങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടികളെ കെടുത്തിയതുപോലെ പ്രായമായിട്ട് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റാത്ത രീതിയിൽ അപ്പൂപ്പന്മാരായി ഒരു പരുവായിട്ട് കിടക്കുന്ന കുറെ അപ്പൂപ്പന്മാരെ കാണുന്നുണ്ട്. ഇതിങ്ങനെ ഓരോരുത്തരും ചെന്ന് ചോദിച്ച് അവസാനം ഒരു അപ്പൂപ്പന്റെ അടുത്ത് എത്തുകയാണ്. അപ്പൂപ്പ നിങ്ങളാണോ? ആ ഒരു അപ്പൂപ്പൻ ചോദിക്കുമ്പോൾ മക്കളെ അത് ഞാനല്ല, എന്റെ അപ്പൂപ്പനാ. എന്തായാലും ഇവരിപ്പോ നേരെ ആ അവസാനത്തെ അപ്പൂപ്പനെ നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവാണ് കേട്ടോ. വയസ്സായി ആകെ കുഞ്ഞനായി പോയിട്ടുണ്ട്. ഒരു കുഞ്ഞ് തൊട്ടിലാണ് ഇപ്പൊ ആ ഒരു അപ്പൂപ്പനെ കിടത്തിയിട്ടുള്ളത്. അപ്പൊ അപ്പൂപ്പന് മര്യാദക്ക് ഇപ്പൊ ചെവിയൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ഇപ്പൊ അപ്പൂപ്പനോട് ഈ എപ്സനും കുമാരിയും കൂടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ അപ്പൂപ്പൻ പറയണ, മക്കളെ ഒരുപാട് വർഷമായി, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യം ഓർമ്മയില്ല. പക്ഷെ അന്ന് ഞാൻ പോയ സമയത്ത് ഒരു ഡയറിയിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ മതി, അങ്ങോട്ടേക്കുള്ള വഴി മനസ്സിലാന്ന് പറയണം. എന്തായാലും ആ ഒരു ഡയറി ഇപ്പോൾ അപ്പൂപ്പൻ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നോക്കുമ്പോൾ ആ ഒരു ദ്വീപിലേക്കുള്ള എല്ലാ വഴിയും കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും കൂടെ ആ ഒരു ബുക്കുമായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ദാണ്ടെ കുമാരിയെ കൊല്ലാനായിട്ട് അവളുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്തു വന്ന ആ ഒരു ജിപ്സി ലേഡിയും അവളുടെ ആ ഒരു കൂട്ടക്കാരും എപ്സനെയും അതുപോലെ തന്നെ കുമാരിയും കയ്യോടെ പൊക്കുകയാണ്. മാത്രമല്ല ഇവരുടെ കയ്യിലുള്ള ആ ഒരു പുസ്തകവും മേടിച്ചു വെക്കുകയാണ്. നിന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ പിന്നാലെ വന്നതുകൊണ്ട് വലിയ ഉപകാരമായി. ഈ ഒരു ദ്വീപിലേക്ക് പോകാൻ ആ ഒരു ബുക്കും വഴിയും കിട്ടിയല്ലോ. രണ്ടുപേരെയും ടെന്റിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ജിപ്സി ലേഡി പറയണം. മാത്രമല്ല ടെന്റിന്റെ ഉള്ളിൽ എത്തിയപ്പോഴാണ് ജിപ്സി ഒരു കാര്യം പറയുന്നത്. അതായത് കൊട്ടാരത്തിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ് രാജാവിനെയും രാജ്ഞിയെയും കൊല്ലാനായിട്ട് കൊട്ടേഷൻ എനിക്ക് തന്നത്. പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. നീ രക്ഷപ്പെട്ടു, അതുകൊണ്ടാണ് നിന്നെ കൊല്ലാനായിട്ട് നിന്റെ പിന്നാലെ ഞാൻ വന്നത്. പക്ഷേ പേടിക്കേണ്ട, അധികം വൈകാതെ നിന്നെ ഞാൻ കൊന്നോളാം. ജിപ്സി ലേഡി ഇപ്പോൾ രണ്ടാൾക്കാരെ വിളിക്കുകയാണ്. ഈ രണ്ടുപേരെയും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മലയുടെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നു കളഞ്ഞേക്കെന്ന് പറയാണ്. അങ്ങനെ രണ്ടാൾക്കാർ നമ്മുടെ എപ്സനെയും കുമാരിയും കൂട്ടിയിട്ട് ഒരു മലയുടെ തുമ്പത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. മാത്രമല്ല ഇവിടെ എത്തിയ സമയത്ത് ഈ രണ്ടുപേർക്കും സംശയം, ആരാണ് തള്ളിയിടുക? ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം തർക്കം കേട്ടോ. ഞാൻ തള്ളിയിടാം, നീ തള്ളിയിട, ഞാൻ തള്ളിയിടാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്യാപ്പിൽ നമ്മുടെ എപ്സനും കുമാരിയും കൂടെ ഒരു വിദ്യ കാണിക്കുകയാണ്. ഇവരുടെ കയ്യിൽ ചെറിയൊരു കത്തി ഉണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചിട്ട് ഇവരുടെ കയറുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവർ വേഗം ഇവരുടെ ആ ഒരു ടെന്റിലേക്ക് പോയിട്ട് ഇവരുടെ വസ്തുക്കളും കാര്യങ്ങളൊക്കെ എടുക്കാണ്. കൂട്ടത്തിൽ എപ്സൻ ആ ഒരു വയലിനും എടുക്കാൻ മറന്നില്ല കേട്ടോ. അതായത് ആ ഒരു ഗുഹയിലെ വിചിത്ര ജീവിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വയലിനില്ലേ, അത് തന്നെ. അതെടുത്തുകൊണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ജിപ്സിയിലെ
ആൾക്കാർ മുഴുവൻ വന്നിട്ട് ഇവരങ്ങോട്ട് വളയാണ്. ഇതേ സമയത്ത് തന്നെ എപ്സൻ ഉണ്ടല്ലോ കുമാരിയോട് ചെവി പൊത്താൻ വേണ്ടി പറയാണ്. പിന്നീട് എപ്സൻ ആ ഒരു വയലിൻ എടുക്കാണ്. പതിയെ അത് വായിക്കാൻ തുടങ്ങി. വായിക്കുന്ന സമയത്ത് എപ്സൻ മനസ്സിൽ ചിന്തിച്ചത് ഇവന്മാരെല്ലാം ഡാൻസ് കളിച്ച് തുള്ളട്ടെ എന്നാണ്. അപ്പൊ എപ്സൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു വയലിൻ ഈ രീതിയിൽ വായിക്കുന്നതും കൊണ്ട് ഇവർ ആ രീതിയിൽ തന്നെ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സമയം ഉപയോഗിച്ചുകൊണ്ട് എപ്സനും കുമാരിയും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്നാ മറ്റേ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ജിപ്സി, അവൾക്ക് മര്യാദക്ക് ചെവിയൊന്നും കേൾക്കില്ല. അതുകൊണ്ട് തന്നെ വയലിൻ വായിച്ചപ്പോ അവള് വശപ്പെട്ടില്ല. അവള് വന്നിട്ട് നിങ്ങൾക്കൊക്കെ ഭ്രാന്തായവടാ, അവന്മാരതാ രക്ഷപ്പെട്ടു പോകുന്നു, പിന്നാലെ പോയി പിടിക്കുക, അവർ കുതിരയും കൊണ്ടാ പോയത്, കുതിരയുടെ കുളമ്പടി നോക്കിയാൽ മതി നിങ്ങൾക്ക് അവരുടെ പിന്നാലെ എത്താന്ന് പറയാണ്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ എപ്സനും അതുപോലെ തന്നെ കുമാരി ക്രിസ്റ്റിനും കൂടെ ഒരുപാട് ദൂരത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവരൊരു തീരത്തിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിലൂടെ വേണം ഇവർക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട്. പക്ഷേ ഒരു തോണി വേണമല്ലോ. അപ്പൊ അവിടെ തന്നെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന അതായത് ഒരു തോണിക്കാരനെ കാണുകയാണ്. അയാൾക്ക് കുറച്ച് കാശെല്ലാം കൊടുത്ത് ഇയാളുടെ കയ്യിൽ നിന്നും ആ ഒരു തോണി നമ്മുടെ എപ്സനും കുമാരി ക്രിസ്റ്റിനും കൂടെ മേടിക്കുകയാണ്. എന്നിട്ട് ആ ഒരു തോണിയിൽ കയറിയിട്ട് ഒരുപാട് നേരം തുഴഞ്ഞ് ഇവർ ആ ഒരു ദ്വീപിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറെ നേരമായിട്ടുണ്ട്. ഇപ്പൊ സമയം ഇരുട്ടായിട്ടുണ്ട്. ഇവരിങ്ങനെ പോകുന്ന സമയത്ത് വിചിത്രമായിട്ടുള്ള പല ജന്തുക്കളും വെള്ളത്തിനടിയിൽ നിന്നും പയ്യെ പൊന്തി വരാൻ തുടങ്ങി. അത് ഇവരെ ആക്രമിക്കാനൊക്കെ നോക്കിയപ്പോൾ ഈ തുഴ കൊണ്ട് എപ്സൻ അതിനെ തട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ വെള്ളത്തിലേക്ക് താന്നു പോയ ഈ ഒരു ജീവികളൊക്കെ ഒന്നായി എന്ന് പറയാലോ പിന്നീട് അങ്ങോട്ട് പൊന്തി വരുന്നുണ്ട് ഒരു വലിയ രൂപമായിട്ട്. ഇത് കണ്ട എപ്സനും കുമാരി ക്രിസ്റ്റിനും കൂടെ ആകെ പേടിച്ച് വരച്ചു പോവാണ്. ഇതെന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ഇവിടെ വെച്ച് ഒന്നും കാട്ടി രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഇവരുടെ കയ്യിലുള്ള ഒരു ചെറിയ തോണിയും ഇതാണെങ്കിലും ഒരു ഭീകരനായിട്ടുള്ള ജീവി. എന്തായാലും ഈ ഒരു ജീവി വന്നിട്ട് ഇവരുടെ മേത്തേക്ക് ഒറ്റ വീഴലാണ്. ആ ഒരു തോണി മുഴുവനായിട്ടും തകർന്നു പോകുന്നുണ്ട്. കുമാരി ക്രിസ്റ്റിനും അതുപോലെ തന്നെ എപ്സനും വെള്ളത്തിലേക്ക് വീഴാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എപ്സൻ അറിയില്ല. കുറേ നേരം കഴിഞ്ഞു. ഇപ്പൊ മുഖത്ത് സൂര്യപ്രകാശം അങ്ങനെ അടിക്കുന്നുണ്ട്. ആ സമയത്താണ് എപ്സൻ കണ്ണു തുറന്നു നോക്കുന്നത്. അവൻ ഏതോ ഒരു ദ്വീപിലാണ്. മാത്രമല്ല തൊട്ടടുത്ത് കുമാരി ഉണ്ടാവുമെന്ന് കരുതിയിട്ട് നോക്കുമ്പോൾ കുമാരിയെ കാണാനില്ല. അപ്പൊ ആ ഒരു ദ്വീപിലൂടെ കുമാരിയുടെ പേരും വിളിച്ച് ഉറക്കനെ വിളിച്ച് നടക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഈ എപ്സൻ കാണുന്നത്. അതായത് മലകൾക്കിടയിലായിട്ട് സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ കൊട്ടാരം എന്നൊക്കെ പറയാൻ പറ്റില്ല, ഒരു വലിയ കോട്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ അത് കണ്ടപ്പോ തന്നെ എപ്സൻ ഒരു കാര്യം മനസ്സിലായി. അവൻ ഇപ്പോൾ ഉള്ള ദ്വീപ് മറ്റേതുമല്ല, ആ ഒരു മാന്ത്രിക ദ്വീപാണ്. സുറൈമുറൈ എന്ന് പഴങ്കഥകളിലൊക്കെ പറയുന്ന ആ ഒരു അത്ഭുത ദ്വീപ് തന്നെ. അങ്ങനെ അതിന്റെ ആ ഒരു വലിയ വാതിലും തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ എപ്സൻ കയറി ചെല്ലുമ്പോൾ അവിടെ വലിയൊരു സിംഹാസനം ഉണ്ടായിരുന്നു. ആ സിംഹാസനത്തിൽ ഒരു അസ്ഥികൂടം കാണുന്നുണ്ട്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ദ്വീപിലേക്ക് ഒരു രാജാവ് വന്നു എന്ന് പറയുന്നില്ലേ, ആ രാജാവിന്റെ അസ്ഥികൂടമായിരുന്നു അത്. ഇപ്പൊ ചെറിയൊരു പേടി എപ്സന്റെ ഉള്ളിലുണ്ട് കേട്ടോ. എന്നിരുന്നാലും പതിയെ ഉള്ളിലേക്ക് അങ്ങനെ നടന്നു പോവാണ്. മാത്രമല്ല അസ്ഥികൂടമായി കിടക്കുന്ന ഈ രാജാവിന്റെ കയ്യിലായിട്ട് ഒരു ഉരുണ്ട സാധനം എന്തോ ഒന്ന് കാണുകയാണ്. അതിപ്പോ പതിയെ എപ്സൻ എടുത്ത് നോക്കുന്നുണ്ട്. ആദ്യമൊന്നും അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ചുറ്റും എപ്സൻ നോക്കുമ്പോൾ ഒരുപാട് സ്വർണ്ണ കൂമ്പാരങ്ങള്, സ്വർണത്തിന്റെ കുടങ്ങള് ഇതെല്ലാം കാണുന്നുണ്ട്. എന്ന് ഈ സ്വർണ്ണം ഒന്നും നമ്മുടെ എപ്സനെ അങ്ങനെ മോഹിപ്പിക്കുന്നില്ല. അവന്റെ ഉദ്ദേശം ഇതൊന്നുമല്ലല്ലോ. ആ ഒരു തടാകമല്ല ചെറിയ കുളത്തിലേക്ക് വന്ന് ആ ഒരു മാന്ത്രിക ജലം എടുക്കലാണല്ലോ. അങ്ങനെ ആ ഒരു ചെറിയ കുളം അവൻ കണ്ടുപിടിക്കാൻ പയ്യെ അതിന്റെ അടുത്തേക്ക് അവൻ ചെല്ലുന്നുണ്ട്. അതൊന്നും ഇച്ചിരി വെള്ളം എടുക്കാനായിട്ട്. ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. എടാ മോനെ, നീ എങ്ങോട്ടാടാ പോന്നെ, നിക്കവിടെ. ഇപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ ആ ഒരു ജിപ്സി ലേഡിയും അവരുടെ ആൾക്കാരും അതുപോലെ തന്നെ കൂടെ നമ്മുടെ കുമാരി ക്രിസ്റ്റിനും ഉണ്ടായിരുന്നു കേട്ടോ. കുമാരിയെ കണ്ട സമയത്ത് തന്നെ എപ്സന് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജിപ്സി ലേഡി പറയണം, ഡാ മോനെ, സന്തോഷമായി കേട്ടോ ചേച്ചിക്ക്. കഥയിൽ ഈ ഒരു കാര്യമെല്ലാം കേട്ടപ്പോ ഞാൻ വെറും കെട്ടുകഥയാണെന്നാ വിചാരിച്ചത്. നോക്കുമ്പോ ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെ. സ്വർണം കൊണ്ടുള്ള കൊട്ടാരം, കൂമ്പാരക്കണക്കിന് സ്വർണം. ഇനി എന്തിനാണോ എനിക്ക് ആരുടെങ്കിലൊക്കെ കൊട്ടേഷൻ? ഇത് തന്നെ ധാരാളം. പുതിയൊരു രാജ്യം തന്നെ ഉണ്ടാക്കാൻ. ഇതെല്ലാം എനിക്ക് കാണിച്ചു തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സമ്മാനം തരണ്ടേ? ആ സമ്മാനം എന്താണെന്നറിയോ? നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇവിടെ വെച്ച് അങ്ങനെ കൊന്നു കളയാൻ പോവുകയാണ്. എന്താ ഹാപ്പി അല്ലേ? അങ്ങനെ ഈ ഒരു ജിപ്സി ലേഡി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ശബ്ദം ഇരു കേൾക്കാണ്. ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ വീഴുന്ന ശബ്ദം. അതായത് കൂമ്പാരക്കണക്കിനായിട്ട് സ്വർണ്ണ നാണയങ്ങൾ കിടക്കുന്നില്ലേ, ഇതിന്റെ അടിയിൽ ഒരുത്തിന് ഉറങ്ങുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, ആ രാജാവ് ഈ വെള്ളത്തിനായിട്ട് ഇവിടെ കാവൽ നിർത്തിയ ആ ഒരു ഭൂതം തന്നെ. 3 തലയുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഭൂതം. ഇത് വന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഭൂതത്തിന് കണ്ണ് കാണില്ല. അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി കളിക്കുന്ന കണ്ടപ്പോ ഈ ജിപ്സി ലേഡിക്ക് ചിരി വരികയാണ്. ഓഹോ, കാവൽ നിൽക്കുന്ന വലിയ ഭൂതം, എന്നാ നിനക്ക് കണ്ണ് കാണില്ലടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ മുന്നിൽ പോയിട്ട് ഈ ജിപ്സി ലേഡി നന്നായിട്ട് ഡയലോഗ് അടിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ജിപ്സി ലേഡി അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവന് കണ്ണേ കാണാത്തുള്ളൂ, എന്നാൽ ചെവിയും അതുപോലെ തന്നെ മൂക്കും നന്നായിട്ട് വർക്കാവും. അതുകൊണ്ട് തന്നെ എവിടെയാണ് ഈ ജിപ്സി ലേഡി നിൽക്കുന്നതെന്ന് ഈ ഭൂതത്തിന് പെട്ടെന്ന് മനസ്സിലായി. കൈകൊണ്ട് ഒരേറ്റ തട്ടാണ്. തെറിച്ചു പോയ ഈ ജിപ്സി ലേഡി ഒരു കല്ലിനടിച്ച് മറ്റേ മാങ്ങ നിലത്ത് വീഴുന്നത് പോലെ ആവുകയാണ് കേട്ടോ. സ്പോട്ടിൽ തന്നെ തീരുകയാണ്. ഇത് കണ്ട് പേടിച്ച് ജിപ്സി ലേഡിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് വിറളി പിടിച്ച് ഓടുന്നുണ്ട്. അതിനിടയിൽ ഇവിടെ സെറ്റ് ചെയ്ത പല ട്രാപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിലൊക്കെ ഇവർ പെട്ട് അവസാനം ഈ ജിപ്സി ലേഡിയും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ച് തീരുകയാണ്. ആകെ ഇപ്പം ബാക്കിയായത് നമ്മുടെ എപ്സനും അതുപോലെ തന്നെ കുമാരി ക്രിസ്റ്റിനും മാത്രമാണ്. ഇവര് രണ്ടുപേരാണെങ്കിൽ രക്ഷപ്പെട്ട് ഓടാതെ ഒരു തൂണിന്റെ പിന്നിൽ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ ഒരു ഭൂതത്തിന് നോക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളക്കെട്ടുണ്ടല്ലോ, അതിന്റെ അടുത്തേക്ക് ചെന്ന് അത് അവിടെ കുത്തിയിരിക്കുകയാണ്. ഇനി ആരെങ്ങോട്ടേക്ക് വരുന്നത് എന്ന് നോക്കാനായിട്ട്. ഇപ്പൊ ഒരു രക്ഷയില്ല. എപ്സനും കുമാരിയും കൂടെ
ഇവിടെ എന്തപ്പോ ചെയ്യാന്ന് ആലോചിക്കുമ്പോൾ എപ്സൺ പറയണ ഒരു കാര്യം ചെയ്യാം, ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് തന്നെ ഒച്ചയുണ്ടാക്കാതെ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പതിയെ അതിൽ നിന്നും ഒരു ഇച്ചിരി വെള്ളം എടുക്കാം. അങ്ങനെ എപ്സനും കുമാരിയും കൂടെ പയ്യെ 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 പമ്മി പമ്മി അതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പാത്രത്തിൽ ചവിട്ടി പോകുന്നുണ്ട്, ശബ്ദം ഉണ്ടാവുകയാണ്. ആ ശബ്ദം കേട്ട ഭൂതം ആരാണ് അവിടെ, ആരവിടെ, നിക്കവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ കുമാരി ഉണ്ടല്ലോ രണ്ടും കൽപ്പിച്ച് ഈ ഭൂതത്തിന് മുന്നിലങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ സ്വർണ്ണോ അല്ലെങ്കിൽ സമ്പത്തോ മോഷ്ടിക്കാനൊന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടത് ആ കാണുന്ന വെള്ളത്തിൽ നിന്നും ഒരു ഇച്ചിരിയാണ്. ഈ വെള്ളം കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയെ രക്ഷപ്പെടുത്താം, ഒരു രാജ്യത്തിന്റെ രാജാവിനെയും രാജ്ഞിയെ രക്ഷപ്പെടുത്താം, ഒരുപാട് ആൾക്കാരുടെ സന്തോഷത്തിന് ഇത് കാരണം എന്നൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കുമാരി ഈ ഭൂതത്തിനോട് സംസാരിക്കുമ്പോൾ ഭൂതത്തിന് എന്ത് ഇമോഷൻ? ഭൂതം പറയാണ്, ഇല്ല ഇല്ല, എനിക്കതിന് സമ്മതം തരാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്നെ കാവൽ നിർത്തിയ ഒരു രാജാവുണ്ട്, അയാൾ എന്റെ കണ്ണുകളെ വലിച്ചെറിയുന്നു പറയാണ്. ഇത് കേട്ടപ്പോഴാണ് ഈ എപ്സന് എന്തൊരു കാര്യം കത്തുന്നത്. അതായത് ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ആ ഒരു അസ്ഥികൂടത്തിന്റെ കയ്യിൽ ഒരു ബോൾ പോലെ എന്തോന്നും ഉണ്ടായിരുന്നില്ലേ, അതെടുത്ത് അവൻ ബാഗിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം എന്താണെന്ന് ഈ എപ്സന് മനസ്സിലായി. മറ്റൊന്നുമല്ല, ഈ മുന്നിൽ നിൽക്കുന്ന ഭൂതത്തിന്റെ കണ്ണായിരുന്നു അത്. തുടച്ചു നോക്കിയപ്പോഴാണ് ആ ഒരു പൊടിയെല്ലാം പോയപ്പോ കണ്ണിങ്ങനെ തുറക്കുന്നത് കാണുകയാണ്. എന്തായാലും ഈ ഒരു കണ്ണ് ഈ ഭൂതത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഭൂതത്തിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്തായാലും എന്റെ കണ്ണ് തിരിച്ചു തന്നത് അത് നിങ്ങളാണല്ലോ, ഒരു കാര്യം ചെയ്യുക, എന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം എടുത്ത് ഇവിടുന്ന് വേഗം പൊയ്ക്കോ എന്ന് പറയണം. വേഗം തന്നെ എപ്സനും കുമാരി ക്രിസ്റ്റിനും കൂടെ അവരുടെ കയ്യിലുള്ള ഒരു ബോട്ടിലേക്ക് ഈ ഒരു വെള്ളം എടുക്കുകയാണ് കേട്ടോ. വേഗം തന്നെ കൊട്ടാരം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, അതായത് ഈ ഒരു സ്വർണ്ണ കൊട്ടാരം വിട്ട്. എന്നാൽ പുറത്തേക്ക് എത്തിയപ്പോഴാണ് എപ്സൻ ഒരു കാര്യം പറയുന്നത്, നമ്മളിപ്പോ കൊട്ടാരത്തിൽ നിന്ന് വന്നിട്ട് ഒരുപാട് ദിവസമായില്ലേ, ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ദിവസമാവും. അപ്പൊ അത്രയും ദിവസം രാജാവും രാജ്ഞിയും ജീവനോട് ഉണ്ടാവോ, നമുക്കൊരു കാര്യം ചെയ്താലോ എന്നിട്ട് എപ്സന് അന്ന് കാട്ടിൽ വെച്ച് ആ ഒരു മന്ത്രവാദി കൊടുത്ത ആ ഒരു ഷൂ ഉണ്ടല്ലോ, അതിപ്പോ കാലിടുകയാണ്. ഈ ഷൂവിന്റെ പ്രത്യേകത എന്താ, ഇതുകൊണ്ട് വളരെ ഉയരത്തിലായിട്ട് തുള്ളി 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 അങ്ങനെ പോകാം. അങ്ങനെ ആ ഒരു ഷൂ ഇട്ടുകൊണ്ട് മലകളൊക്കെ വളരെ നിസാരമായിട്ട് തുള്ളി കടക്കാണ് നമ്മുടെ എപ്സനും അതുപോലെ തന്നെ കുമാരിയും. ഫാന്റസി കഥയാണ്, ഒരു മായാജാല കഥ പോലെ ഇതൊക്കെ കേട്ടിരിക്കാനേ പാടുള്ളൂ കേട്ടോ. ലോജ് നോ, എന്തായാലും രസമാട്ടോ, മൈൻഡെല്ലാം നല്ല റിലാക്സ് ആവാനും ഫ്രീ ആവാനും ഇതുപോലുള്ള കഥകളൊക്കെ കേൾക്കുന്നത്. എന്തായാലും നമ്മുടെ എപ്സനും കുമാരിയും കൂടെ ഇതുപോലെയുള്ള ആ ഒരു മാന്ത്രിക ഷൂ ഇട്ടുകൊണ്ട് ചാടി 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 അവസാനം അവരുടെ രാജ്യത്തിലേക്ക് എത്താൻ വേണ്ടി പോണ്. ഇതേ സമയത്ത് തന്നെ കുമാരിയുടെ ആ ഒരു രാജ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോ രണ്ടുപേരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെ, നമ്മുടെ എപ്സിന്റെ ചേട്ടന്മാരായിട്ടുള്ള പോളിനെയും അതുപോലെ തന്നെ ഫെഡറിക്കിനെയും. അവര് രണ്ടുപേരെയും ഒരു വീപ്പക്കുറ്റിയിലേക്ക് അടച്ചിട്ടുണ്ട്, തല മാത്രമേ പുറത്തേക്കുള്ളൂ. ഇവരെ ഇനി രാജാവിനെയും രാജ്ഞിയും വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയതിന്റെ പേരിൽ തീയിലിട്ട് ചുട്ടരിച്ച് കൊല്ലാൻ വേണ്ടി പോവാണ്. എന്നാ നമ്മുടെ ഈ ഒരു പോൾ അതുപോലെ തന്നെ ഫെഡറിക്ക് നിലവിളിച്ച് പറയുന്നുണ്ട് അവരല്ല ഈ ഒരു കാര്യം ചെയ്തതെന്ന്. പക്ഷെ ഒരു രക്ഷയില്ല, ഇപ്പൊ മന്ത്രി തന്നെ അവരെ തീയിലേക്ക് ഇട്ട് ചുട്ടു കൊല്ലാൻ വേണ്ടി പറയാണ്. പണ്ടൊക്കെയുള്ള ഒരു ശിക്ഷാരീതി ഇങ്ങനെയാണ്, അതായത് ഇവർ തീയിലേക്ക് വീണിട്ട് തീ പിടിച്ച് അങ്ങനെ നിലവിളിച്ച് കരയുന്നത് ബാക്കിയുള്ളവർക്ക് കാണണം. എന്തായാലും ഇതേ സമയത്ത് തന്നെ ആ ഒരു ഷൂവുമായിട്ട് ഇങ്ങോട്ടേക്ക് നമ്മുടെ എപ്സൻ ചാടി എത്തുകയാണ്. എന്നാൽ കുമാരി എപ്സന്റെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോ എപ്സൻ പറയാണ്, എന്റെ ചേട്ടന്മാരെല്ലാം കൊന്നത് ഈ കൊട്ടാരത്തിൽ തന്നെയുള്ള ആരും ഒരാളാണ് രാജാവിനെയും രാജ്ഞിയും കൊല്ലാൻ നോക്കിയത്. ഇപ്പൊ മന്ത്രി പറയണ്, ആഹാ, ഇവിടെ വന്നിട്ട് നിന്റെ വേല ഇറക്കുന്നു, ചേട്ടന്മാരിത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിനക്കും ഒരു പങ്കുണ്ടാവും പറഞ്ഞിട്ട് നമ്മുടെ എപ്സനെയും ഇതുപോലെ ഒരു വീപ്പയുടെ ഉള്ളിലേക്ക് കയറ്റിയിരുത്താൻ വേണ്ടി പറയണം. അങ്ങനെ ഈ 3 ആൾക്കാരെയും തീയിലിട്ട് ചുട്ടു കൊല്ലാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് 3 പേര് വരുന്നുണ്ട്. നമ്മുടെ രാജാവ്, രാജ്ഞി, പിന്നെ നമ്മുടെ കുമാരി ക്രിസ്റ്റിനും. രാജാവിനും രാജ്ഞിക്കും ഇപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ഭയങ്കര ആരോഗ്യത്തോട് വന്ന രാജാവിനെയും രാജ്ഞിയും കണ്ടപ്പോ ഈ മന്ത്രിയാകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇപ്പൊ മന്ത്രിയും അതുപോലെ ആ ഒരു സന്തോഷം അഭിനയിക്കുന്നുണ്ട്. രാജാവേ, രാജ്ഞി, നിങ്ങൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയോ? അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എന്ന് പറഞ്ഞു തീർന്നില്ല, രാജാവ് ഒരേറ്റ അടി കൊടുക്കുകയാണ്. മന്ത്രി തെറിച്ചു പോയിട്ട് താഴെ വീഴുന്നുണ്ട്. കാരണം ഈ കള്ളപ്പന്നിയാണ് രാജാവിനെയും രാജ്ഞിയും വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത്. പിന്നെ സ്വാഭാവികമായിട്ടും പണ്ടത്തെ കഥകളിലൊക്കെ അറിയാലോ, രാജാവിനെ എപ്പോഴും കൊല്ലാൻ നോക്കാറ് ഈ മന്ത്രി തന്നെയായിരിക്കും. പഴയ കുട്ടിക്കഥകളിലൊക്കെ അങ്ങനെയാണല്ലോ. എന്തായാലും മന്ത്രി തന്നെ രാജാവിനെ കൊല്ലാൻ നോക്കിയത്. ഭടന്മാരൊക്കെ വന്നിട്ട് മന്ത്രിയെ നല്ല പെടയും കൊടുത്ത് ഇവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകണം. മാത്രമല്ല ഈ രഹസ്യം എങ്ങനെയാണ് നമ്മുടെ കുമാരി ക്രിസ്റ്റിൻ അറിഞ്ഞത്, ആ ഒരു ജിപ്സി ലേഡി ഉണ്ടല്ലോ, ആ ഒരു ഗുഹയിൽ വെച്ച് എന്തായാലും ഇവരെ കൊല്ലാൻ വേണ്ടി പോകണം. അപ്പോ ആരാണ് ഇവളെ കൊല്ലാൻ ഏൽപ്പിച്ചത് എന്നുള്ള ആ ഒരു രഹസ്യം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ എപ്സൻ അവളുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടായിരുന്നല്ലോ. ആ ഒരു ഗിഫ്റ്റ് ഇപ്പൊ നമ്മുടെ രാജകുമാരിക്ക് കൊടുക്കാണ്. അതിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാലയായിരുന്നു. അതിപ്പോ നമ്മുടെ കുമാരി മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുമാരി ഇപ്പൊ രാജാവിനെ നോക്കിയിട്ട് എനിക്ക് ഇവനെ വിവാഹം കഴിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ രാജാവും നമ്മുടെ എപ്സനും നോക്കിയിട്ട്, ഒരു സമയത്ത് നീ എന്റെ മകളുടെ ജീവൻ രക്ഷപ്പെടുത്തി, ഇപ്പൊ ഇതാ എന്റെയും അതുപോലെ തന്നെ എന്റെ ഭാര്യയുടെയും ജീവൻ രക്ഷപ്പെടുത്തി. അപ്പൊ പിന്നെ നിന്നേക്കാൾ മികച്ച ഒരു ഭർത്താവിനെ എന്റെ മകൾക്ക് എനിക്ക് കണ്ടുപിടിച്ചു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അധികം വൈകാതെ ഇനി ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ പരിപാടി അത് നിങ്ങളുടെ വിവാഹമായിരിക്കും എന്ന് പറയാണ്. സോ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. മാത്രമല്ല എന്തുകൊണ്ടാണ് നമ്മുടെ കുമാരിക്ക് എപ്സനോട് ഇത്ര ഇഷ്ടം തോന്നിയത്, അതിന് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ. ഈ സിനിമയുടെ ആദ്യ ഭാഗമാണത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു കഥ കേൾക്കണമെങ്കിൽ അതിന്റെ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. അപ്പൊ എന്തായാലും ഇതിനേക്കാൾ മികച്ച മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.